ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാലട പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പായസം നിങ്ങൾക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. അതിന് വലിയ ചിലവൊന്നുമില്ല. ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ളതാണിത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ഇതുപോലൊരു അടപ്രഥമൻ്റെ പാക്ക് എടുത്തിട്ടുണ്ട്. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് പാചക രീതിയൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടില്ല, പാലട പായസത്തിൻ്റെ മിക്സാണ്. ഇതിന് വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ ഞാനിത് പൊളിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് പൊളിക്കുന്നതിൻ്റെ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളതാണ് പഞ്ചസാരയും അതുപോലെ തന്നെ അതിൻ്റെ പരിപ്പും മുന്തിരിയും ഏലക്കായും ഒക്കെ. അപ്പോൾ അതൊന്നും ഇതിലേക്ക് എക്സ്ട്രാ ആവശ്യമായിട്ടില്ല. നമുക്ക് പഞ്ചസാര ആവശ്യമില്ല. ഏലക്കായും അതുപോലെ തന്നെ അതിൻ്റെ പരിപ്പ് മുന്തിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുത്തപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയെടുക്കണം. ഇതിൽ നിന്ന് ഞാനിത് എടുക്കുന്നുണ്ട്. പഞ്ചസാരയും ഇതൊക്കെ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാദ്യം ഇതിൻ്റെ ഈ പാക്കിൽ എന്താണ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എക്സ്ട്രാ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് എനിക്ക് പറ്റിയ അബദ്ധം കൂടി ഒന്ന് പറയാമെന്ന് കരുതി ഞാനിതിവിടെ മുഴുവനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ അത്രയും പഞ്ചസാര ഇതിലുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അതിൻ്റെ പരിപ്പ് മുന്തിരിയും ഏലക്കായും ഒക്കെ ഇതിലുണ്ട്. നമ്മളതൊന്നും വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് പൊട്ടിച്ചിടണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 500 പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഫസ്റ്റ്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്കിത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് പാലട മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനതിവിടെ ചേർത്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അധികം സമയം കൊടുക്കൂല. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കണം. അത് നിർബന്ധമൊന്നുമില്ല. ഞാൻ വെറുതെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഉള്ളൂ. പാല് മറിയാതെ നോക്കണം. അതിവിടെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് അതിലുണ്ടായിരുന്നത് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. മിൽമയുടെ നെയ്യാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്.
ടോട്ടൽ 2 ടീസ്പൂൺ നെയ്യാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതിലോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേറെ മുന്തിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ വേറെ എടുക്കാം. ഇതിപ്പോൾ അതിൽ ആ മിക്സിൽ കിട്ടിയിട്ടുള്ള മുന്തിരി മാത്രമേ ഉള്ളൂ. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതോടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റിയാണ്. മറ്റൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഞാനിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം. അപ്പം ഈ നെയ്യും നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ പായസത്തിന് മിക്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ അതിൽ തന്നെ കിട്ടിയിട്ടുള്ള ഏലക്കായ ഒന്ന് ചതച്ചിട്ടുണ്ട്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ള നെയ്യും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. നമ്മൾ നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്തും നമുക്ക് പാല് കുറച്ച് കൂട്ടി കൊടുക്കാം. ഞാനിതിവിടെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുകയാണ്. ഇതുപോലത്തെ 2 പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശായിട്ട് ഞാനിത് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഒരു പായസം റെഡിയാക്കി എടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ ഒരു പാക്കിന് അധികം വിലയൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.